ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി കേരളത്തിൽ അങ്ങയുടെ ഒരുപാട് സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ ദേശീയപാതയിലൊക്കെ ഉണ്ടാകുന്ന ഒരു വികസനം, ഒരു മാറ്റമുണ്ടല്ലോ, അതെങ്ങനെ കാണുന്നു? ഈ ദേശീയപാത വികസനം ഒരു 50 വർഷമായി കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടുവന്ന കാര്യമാണ്. മുൻകാല ഗവൺമെൻറ്റുകൾക്കൊന്നും അതിന് പ്രായോഗിക രൂപം കൊടുക്കാൻ കഴിയില്ല. സ്ഥലമെടുക്കണം, 30 മീറ്റർ 60 മീറ്റർ ആക്കണമെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ്, അതായത് ഞങ്ങളുണ്ടായിരുന്ന ഗവൺമെൻറ് നെഗോഷിയേറ്റ് ചെയ്താണ് 45 മീറ്റർ ആക്കിയത്. അതിന് പ്രകാരമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ ചെയ്തിരുന്നു. ഞാൻ തന്നെ അന്ന് ദേശീയപാതകൾ ഇന്ത്യയിൽ എല്ലായിടത്തും സംസ്ഥാന PWDയുടെ കീഴിലാണ്. ഓണർഷിപ്പ് NHAയ്ക്കാണെങ്കിലും അത് വിട്ടു തന്നിരിക്കുന്ന ആ സംസ്ഥാനത്തെ PWD ചെയ്തുകൊണ്ട് അവർ പൈസ തരും, നിർമ്മാണമൊക്കെ നമ്മൾ നടത്തണം. അങ്ങനെ ഏതാണ്ട് 87ഓളം കോൺഫറൻസുകൾ തന്നെ ഞാൻ വിളിച്ചു ചേർത്തു ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി. കാരണം ആൾക്കാർക്ക് വലിയ സംശയമായിരുന്നു. വീട് പോകുന്നു, കട പോകുന്നു, കലാപങ്ങൾ. മലപ്പുറത്തൊക്കെ ആണെങ്കിൽ ഹൈവേയിൽ പെട്രോളൊക്കെ ഒഴിച്ച് കത്തിച്ചുള്ള ബഹളമായിരുന്നു. പിന്നെ വയൽക്കിളികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം അവിടെ കണ്ണൂർ ജില്ലയിലെ സമരം. എല്ലായിടത്തും പ്രശ്നങ്ങളായിരുന്നു. അവരെ എല്ലാം വിളിച്ച് സംസാരിച്ച് അവരുടെ എല്ലാ സംശയങ്ങളും മാറ്റി ആമ്പിൾ കോമ്പൻസേഷൻ കിട്ടുമെന്നൊക്കെ ഉറപ്പാക്കി അങ്ങനെ എല്ലാം തീർന്നു. അതിനുശേഷം നിർമ്മാണം തുടങ്ങാൻ ഇപ്പോൾ വടക്ക് കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ഭാഗത്തൊക്കെ നല്ല നിലയിൽ നിർമ്മാണം പുരോഗമിച്ച് കഴിഞ്ഞു. നമ്മുടെ ഇവിടെയൊക്കെ എറണാകുളം ഭാഗത്ത് വേണ്ട, കാരണം നേരത്തെ തന്നെ ഇത് ബഹുവലിയാണല്ലോ. ആലപ്പുഴയൊക്കെ ഏകദേശം ഒരു 30% 2 വർഷമാകുമ്പോൾ എല്ലാം പൂർത്തീകരിക്കുന്നത്. എല്ലാ സംവിധാനവും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ചെയ്തു. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അവിടെ പോളിസി തന്നെ മാറ്റി. ദേശീയപാത നിർമ്മാണത്തിൻ്റെ ടോട്ടൽ കോസ്റ്റ് വഹിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ആണെന്നിരിക്കെ 50% ഭൂമിയുടെ വില 50% ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കണമെന്നായി. അത് പ്രയാസമാണ്. അവസാനം നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ 25% കൊടുത്തു. 65,000 കോടിയാണ് ടോട്ടൽ പ്രോജക്റ്റ്. അതിലേതാണ്ടൊരു 45,000 കോടിയും ഭൂമിക്കുള്ളതാണ്. ബാക്കി ഒരു 20,000 കോടിയാണ് നിർമ്മാണത്തിനുള്ള ചെലവ്. നിർമ്മാണത്തിനുള്ള ചെലവ് മുഴുവൻ സെൻറ്റർ എടുക്കും. ഭൂമിയുടെ ഇതിൻ്റെ 25% കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 8,000 കോടി രൂപ ഞങ്ങൾ കെട്ടിവെച്ചു കേരള PWD. അതിനുശേഷമാണ് പണി തുടങ്ങിയത്. എല്ലാ കാര്യങ്ങളും ചെയ്തത് അന്ന്. ഇപ്പോൾ നമുക്കൊരു വലിയ മാറ്റം ഉണ്ടാവുന്നുണ്ട്. യാത്ര ഇപ്പോൾ ഒരു ചെറിയ യാത്രാ ദുരിതമൊക്കെ ഉണ്ടെങ്കിലും ഒരു 1-2 വർഷത്തിനുള്ളിൽ വളരെ വേഗം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും 2 വർഷത്തിന് കഴിയുമ്പോൾ എല്ലാം റെഡിയാവും. നല്ല കേരളം തന്നെ പുതിയ മുഖമാവും. പിന്നെ അതിന് പുറമെ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും കൂടി ഞങ്ങൾ ഡിസൈൻ ചെയ്തല്ലോ. മലയോര ഹൈവേ വടക്കൻ ജില്ലകളിലൊക്കെ പൂർത്തിയായി. ആലപ്പുഴ ജില്ലയിൽ മലയോര ഹൈവേയിൽ, എറണാകുളത്തും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനപ്പുറത്തൊരു ജില്ലയുണ്ട്. അപ്പോൾ അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് രണ്ടും വന്ന ദേശീയപാതയും ഉണ്ടാകുമ്പോഴത്തെ 3 സമാന്തര പാതകൾ കാസർഗോഡ് കളിയിക്കാവുള്ള. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സഞ്ചാര സൗകര്യം ആലോചിച്ച് നോക്കുക. എല്ലാം കഴിഞ്ഞ ഗവൺമെൻറ് പ്ലാൻ ചെയ്തതാണ് എവരിത്തിങ്. അല്ല, ഇന്നലെ അങ്ങയുടെ കോൾ ഇവിടെ വന്നു നമ്മുടെ പുസ്തകോത്സവ സമിതിയുടെ സംഘാടകർ എന്നോട് പറഞ്ഞു, അത് 2 മണിക്ക് തന്നെ ഇറങ്ങാം, അല്ലെങ്കിൽ യാത്ര ഇങ്ങോട്ട് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യങ്ങൾ ആലോചിച്ചു. കഴിഞ്ഞ ദിവസം വാർത്തകളിലൊക്കെ ഇങ്ങനെ GS ഇങ്ങനെ വല്ലാതെ നിറഞ്ഞു വന്നു. പാർട്ടിയുടെ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ സമ്മേളനങ്ങൾ അങ്ങനെ കണ്ടില്ല. അത് കഴിഞ്ഞിട്ടിപ്പോൾ മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത എന്ന് പറയുന്നത് യാത്രയുടെ ബുദ്ധിമുട്ടൊക്കെ പറയുന്ന പോലെ സഖാവിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചില പരിപാടികളിൽ പങ്കെടുത്തില്ല എന്ന് പാർട്ടിയുടെ ജില്ലാ ഘടകം പറഞ്ഞു എന്നും അങ്ങനെയല്ല എന്ന് സംസ്ഥാന കമ്മിറ്റി തിരുത്തിയെന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ വല്ല ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്നായിരുന്നു ഞാൻ നോക്കിയത്. ഇപ്പൊ കണ്ടപ്പോൾ ഒരു കുഴപ്പമില്ല, പഴയ പോലെ ആരോഗ്യവാനായി വളരെ ഉഷാറോടെ തന്നെ GS നിൽക്കുന്നുണ്ട്. എന്താണ് ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായി വന്നത്? ബുദ്ധിമുട്ടെന്ന വാക്ക് ഞാൻ പറഞ്ഞതല്ല. ബുദ്ധിമുട്ടെന്നൊരു വാക്ക് അവിടെ ഒരു നേതാവ് പറഞ്ഞതാണ്. അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് സ്റ്റേറ്റിൽ നിന്നുള്ള ലീഡർഷിപ്പ് പറഞ്ഞത്. അത് ഉള്ളതാണല്ലേ ഈ വാർത്ത? അങ്ങനെ സംഭവം നടന്നു? അത് പത്രത്തിൽ അച്ചടിച്ചു. പത്രത്തിൽ വന്നതെല്ലാം ശരിയാണോ? പത്രത്തിൽ അച്ചടിച്ചു വന്ന ആ സ്റ്റേറ്റ്മെന്റ് ബുദ്ധിമുട്ടായതുകൊണ്ടാണെന്നുള്ളത് പത്രത്തിൽ അച്ചടിച്ചു വന്ന വാർത്തയാണ്. അപ്പൊ അത് ശരിയായിരിക്കും.
പേരിലാണ് അച്ചടിച്ചു വന്നത്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സഖാവ് ജി സുധാകരന്? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്ക് 2 മാസം സുഖമില്ലായിരുന്നു. അത് ഓഗസ്റ്റ് സെപ്റ്റംബർ 2 months ആദ്യമായിട്ടാണ്. പെട്ടെന്ന് അതൊക്കെ മാറി. ഇപ്പോൾ ഒക്ടോബർ ആദ്യം മുതൽ ഞാൻ എല്ലാ പരിപാടിക്കും പോയി. ഞാൻ കാസർഗോഡ് പോയി, കോഴിക്കോട് പോയി, വടകര പോയി, ഇപ്പൊ തൃശ്ശൂരിൽ കൊടുങ്ങല്ലൂർ പോയി. കഴിഞ്ഞ ആഴ്ച ശ്രീനാരായണഗുരു യൂണിവേഴ്സിറ്റിയില്ലേ, അവിടെ നവംബർ 1 ഭാഷാദിനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയി. ഇപ്പൊ ഇവിടെ വന്നില്ലേ. അങ്ങനെ പരിപാടിക്കൊന്നും ഒരു താല്പര്യമില്ല. പൊതുവെ ഇത് സാധാരണ പാർട്ടി പരിപാടിയല്ല, സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് കിട്ടുന്ന വേദികളല്ല ഇതൊന്നും. ചിലപ്പോൾ മന്ത്രിമാരോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും, അല്ലാതുള്ളവരൊന്നും ഇതൊന്നും നമ്മൾ വിളിക്കില്ല. അപ്പോൾ അതിനെല്ലാം പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തായിരിക്കും സഖാവ് ഈ പെട്ടെന്ന് അങ്ങയുടെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ അങ്ങയുടെ വീടിന് തൊട്ടടുത്ത് പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ പാർട്ടിയിലെ ഏറ്റവും വലിയ മുതിർന്ന ആലപ്പുഴയിലെ നിന്നുള്ള നേതാവായ അങ്ങക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നൊരു പാർട്ടി ഘടകത്തിന് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും? ഘടകത്തിന് തോന്നിയതല്ല, എൻ്റെ ഒരു നേതാവ് പറഞ്ഞതാണ്. ഘടകം കൂടി ആലോചിച്ചൊന്നും പറഞ്ഞല്ലോ. അദ്ദേഹം എന്താണെന്ന് പറഞ്ഞതെന്ന് നമുക്കറിയില്ല. ഓരോരുത്തരുടെയും പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് അതിനെ ആശ്രയിച്ചിരിക്കും. എസ്പെഷ്യലി മാർക്സിസ്റ്റ് കോൺഷ്യസ്നസ് അതിനെ ആശ്രയിച്ചാണ്. വ്യക്തികൾ രണ്ടാളും ഒരുപോലെ അല്ലല്ലോ. ഐഡിയോളജി ഒന്നായാലും ആ ഓരോരുത്തരും അബ്സോർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവിടെ സംസാരിക്കുന്ന മനസ്സിലാവും. അണ്ടർസ്റ്റാൻഡ്? അപ്പം അതിപ്പം അതിശക്തിയുള്ള കാര്യമില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, നമ്മളെ സംബന്ധിച്ച് അതിനുള്ള യാതൊരു പ്രശ്നമില്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. അങ്ങനെയല്ല, അങ്ങനെയൊന്നും പ്രശ്നമില്ല. അങ്ങനെ സാധാരണ പാർട്ടിക്ക് ഈ പറഞ്ഞ ഒരു മാർക്സിയൻ കോൺഷ്യസ് എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ മാർക്സിയൻ ചിന്താ പദ്ധതി എന്ന് പറയാം, അതിന്റെ ഭാഗമായി ആലപ്പുഴയിൽ അങ്ങേപ്പോലെ ഒരാൾ നിൽക്കുമ്പോൾ അവിടുത്തെ പാർട്ടി സമ്മേളനത്തിൽ ഇത്തവണ GS വേണ്ട എന്ന് തീരുമാനിക്കാൻ ഒരാൾക്ക് തോന്നുന്നുവെങ്കിൽ അതെന്തോ ഒരു കുഴപ്പമില്ലേ? അയാൾക്ക് തോന്നിയതൊന്നുമല്ല, ഒരാൾക്ക് തോന്നിയതല്ല. ഇതിനൊക്കെ സംബന്ധിച്ച് ഇപ്പൊ കേരളത്തിലെ മാധ്യമ ലോകം അത് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവർ 10% ഒഴിച്ചാൽ ആർക്കും തന്നെ ഈ രാഷ്ട്രീയത്തിന്റെ അഗാധതകളും അതിന്റെ ഉള്ളുകളിലൊന്നും അറിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഒട്ടും അറിയില്ല. അതുകൊണ്ടാണ് ഈ വാർത്തകളൊക്കെ ഞാൻ നിലവിൽ ഞാനൊന്നും ആരോടും പറഞ്ഞില്ല. അല്ല, വിഷമമുണ്ടായി കാണത്തില്ലേ? എനിക്ക് യാതൊരു വിഷമം ഉണ്ടായില്ല. കാരണം ആലപ്പുഴയിലെ പാർട്ടി അങ്ങോട്ട് ഉണ്ടാക്കിയ പാർട്ടിയല്ലേ. എനിക്ക് വിഷമമുണ്ടാവേണ്ട കാര്യമില്ല. കാരണം 42 വർഷം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ഏതാണ്ട് 40-45 വർഷം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വരുന്ന ഇതുപോലെയുള്ള 100 സമ്മേളനങ്ങൾ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് വേണ്ടി യാതൊരു വിഷമമില്ല. ഈ മാധ്യമങ്ങൾക്ക് പറ്റിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പാർട്ടിയുടെ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തെ പറ്റി എൻ്റെ വീടിൻ്റെ തൊട്ട് കീഴിലാണ് കൊണ്ടുവച്ചത്. അതാണ് വേറൊരു പ്രശ്നം. അതിൻ്റെ കീഴിൽ കൊണ്ടുവച്ചത് കൂടിയാണ്. അവിടെ സമ്മേളനം നടക്കുന്നു. സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം 100 പേരങ്ങനെ ഉണ്ടാവുള്ളതിന്. ആ സമ്മേളനം എപ്പോഴും ഉദ്ഘാടനം ചെയ്യുന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഉപരി കമ്മിറ്റിക്കാരാണ്. അത് സംഘടനാ രൂപത. ഞാനിപ്പോൾ എൻ്റെ പാർട്ടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളൊക്കെ ഒഴിവായല്ലോ. ഒരു മാനദണ്ഡത്തിൻ്റെ പേര് ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ച മാനദണ്ഡമല്ല. അത് യാതൊരു പ്രശ്നമില്ലല്ലോ. നാളെ ഓരോരുത്തരും ആ വഴിക്ക് വരും. എല്ലാവരും ഇപ്പോൾ ഇത്തവണ സമ്മേളനം കഴിയുമ്പോൾ കുറേ പേര് വരും, ഇരിക്കട്ടെ. അത് ഭാവിയിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നുള്ള അന്ന് കാണാം. അതേപ്പറ്റി ഇപ്പം ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ സമ്മേളനം പ്രദേശം ഉദ്ഘാടനം ഞാൻ എന്നെ വിളിക്കേണ്ട കാര്യമില്ല. അത് മാധ്യമങ്ങൾക്ക് അറിയില്ല, അവരത് എഴുതിയില്ല. തൊട്ട് വീടിനടുത്ത് തന്നെ പൊതുസമ്മേളനം വെച്ചു. പൊതുസമ്മേളനത്തിൽ വിളിക്കാം, പബ്ലിക്കിനോടാണ് സംസാരിക്കുന്നത്. ആ പൊതുസമ്മേളനത്തിൽ വിളിക്കേണ്ടതായിരുന്നു എന്നാണ് AK സെന്ററിൽ നിന്നുള്ള ഏറ്റവും ഉന്നതനായ നേതാവ് പറഞ്ഞത്. അത് വിളിക്കാൻ അതിന് ശരിയല്ല. പിന്നെ ഇങ്ങനെയൊക്കെ പത്രത്തിൽ വാർത്ത കൊടുക്കാൻ പാടില്ല, ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ പാർട്ടിയുടെ കൺസെപ്റ്റ് അതാണ്. ഒരാൾക്കൊരു അബദ്ധം പറ്റിയ വാക്കിൽ ഞാനതിന് പ്രതികരിക്കാനും പോയില്ല. എന്നെ ബാധിച്ചതായിട്ട് ഞാൻ ഭാവിച്ചിട്ടില്ല. പക്ഷെ മാധ്യമങ്ങൾ ഇതിൻ്റെ വസ്തുതകളല്ല കാണുന്നത്, വേറെ തരത്തിലാണ്. അപ്പോൾ ആശ്മി എന്ന് പറഞ്ഞ് പാറപ്പുറത്ത് പാറ കൊണ്ടടിച്ചാൽ ഉണ്ടാകുന്ന ശബ്ദം പോലെ സംസാരിക്കുന്ന ഒരാളുണ്ടല്ലോ ഈ 24-ല്. പാറപ്പുറത്ത് നിങ്ങൾ പാറ കൊണ്ടടിച്ചാൽ അപ്പോൾ അത് കാരണം ഒരുപാട് പേരുടെ ശബ്ദം കേട്ട് അടച്ചു നോക്കും. കാരണം ഭയങ്കരമാണ് പ്രശ്നം. അദ്ദേഹം മാത്രമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് മാറിക്കൊടുത്തൂടെ, നിങ്ങൾക്ക് പ്രായമായില്ല, നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്, ഇങ്ങനെയൊക്കെ ഒരു സ്റ്റൈലില് ഒരു 5 മിനിറ്റ് അങ്ങ് സംസാരിച്ചു. അയാൾക്ക് വല്ല കാര്യമുള്ളതാണോ? അയാൾക്ക് വല്ല കാര്യമുള്ളതാണോ? അല്ല. പാർട്ടി സ്റ്റേറ്റ് നേതൃത്വം എന്താ പറഞ്ഞത് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഇതാണ് മാധ്യമ പ്രവർത്തനം. ഉച്ചത്തിൽ ശബ്ദത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആയിരം മാധ്യമങ്ങളുടെ മാത്രം കുഴപ്പമാണോ?
അല്ല, ഞാൻ അയാളെ കുറ്റപ്പെടുത്തുകയല്ല. അല്ല, അതിനുള്ള എനർജറ്റിക്കായി പറഞ്ഞതുപോലെ വളരെ എനർജറ്റിക്കായി ആത്മാർത്ഥമായി അദ്ദേഹം അങ്ങനെ പക്ഷേ ആരെ പറ്റിയാണ് പറയുന്നത് എന്നൊന്നും നോക്കുന്നില്ല. 3 തവണ മന്ത്രിയായാലും ഞാൻ 2 തവണ മന്ത്രിയായാലും 3 തവണ മന്ത്രിയായി പുള്ളിക്ക് എന്തോ ഒരു അരിശം പോലെ ഞാൻ മന്ത്രിയായത് അല്ലേ? ആലോചിച്ചു ഇത്രയായില്ലേ? മറ്റേയാളായോ ഇയാളായോ? അങ്ങനെ നമ്മുടെ കേൾവിക്കാരുടെ രാഷ്ട്രീയ ബോധത്തെ അങ്ങനെ ശോഷിപ്പിക്കുകയല്ല. എല്ലാവരും മന്ത്രിയാകാൻ പറ്റുമോ? CPM തന്നെ മന്ത്രിയായത് ഈ 57 എത്ര പേരാ? അല്ല, ഞാൻ വേറൊന്ന് കേട്ടിട്ടുണ്ട്. എല്ലാം കൂടെ 10-30 പേരെ മന്ത്രിമാരായിട്ടുണ്ട് ഇന്നേവരെ. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ കേരളത്തിലുണ്ടെങ്കിൽ അത് ജി സുധാകരൻ മാത്രമാണ്. 2 തവണ ഒരു കെട്ടുവാണ സമ്മേളനത്തിൽ വെച്ചും അത് 2014 ആലപ്പുഴ സമ്മേളനം നടന്നു. അതിന്റെ സ്വാഗത സംഘത്തിന്റെ ചുമതലയൊക്കെ എനിക്കായിരുന്നു. പിണറായി നിർബന്ധിച്ചുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് സ്റ്റേറ്റ് കമ്മിറ്റി മതി. ഞാൻ പറഞ്ഞില്ല, അന്ന് സെക്രട്ടേറിയറ്റ് വന്നാൽ കേന്ദ്ര കമ്മിറ്റി വരുമെന്നുള്ള ഉറപ്പാണ്. പിന്നെ എവിടെയൊക്കെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ തെറ്റായി പോയി തോന്നുന്നുണ്ടോ? ഇല്ല, തെറ്റായി പോയി തോന്നേണ്ട കാര്യമില്ല. എന്താ തോന്നുന്നു? പക്ഷേ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നെങ്കിൽ സഖാവ് ജി സുധാകരൻ CPM-ന്റെ കേരള സംസ്ഥാന സെക്രട്ടറി ആവില്ലായിരുന്നോ? ആവണോ? നിർബന്ധം എന്താ? ഒരാൾ അവിടെ ഇരിപ്പുണ്ടല്ലോ, മതിയല്ലോ. അല്ല, ഒരു പക്ഷേ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വേണ്ട, ജില്ലയിൽ മതി എന്ന് തീരുമാനിച്ച് ജില്ല അങ്ങയുടെ തട്ടമായതുകൊണ്ടല്ല. സ്റ്റേറ്റ് കമ്മിറ്റിയിലിരുന്ന് ജില്ലയിൽ ഫോക്കസ് ചെയ്യാം. പക്ഷെ ആ ജില്ലാ കമ്മിറ്റി കുറെ കാലമായി അങ്ങയെ വല്ലാതെ സൈഡ് ലൈൻ ചെയ്യുന്നു എന്നൊരു ഫീല് പൊതുവെയുണ്ട്. അത് മാധ്യമങ്ങൾ മാത്രം പറയുന്നതല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിലില്ല. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ടോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ജില്ലയിലോ ഉള്ളപ്പോൾ ആ ഒരു അതോറിറ്റി ഇല്ലേ, ആ അതോറിറ്റിയുടെ പേരിൽ ഞാൻ ഉഴന്നില്ലേ. അപ്പൊ പിന്നെ സൈഡ് ലൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് പറയുന്നത്? അതെന്തിനാണ് പറയുന്നത്? സൈഡ് ലൈൻ ചെയ്യല്ലോ. സംഘടനാ ചുമതല ഇല്ലാത്തത് മാത്രമല്ല, അതാണ് മാത്രമാണ് കാരണം. അത് സംഘടനാ ചുമതല ഉണ്ടെങ്കിൽ പാർട്ടി സംഘടനയ്ക്കകത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പബ്ലിക്കിനോട് സംസാരിക്കാം. അത് ഒഴിവാക്കേണ്ടതില്ല, ഒഴിവാക്കേണ്ടത് ചെയ്യാനില്ല. അല്ല, അതിന് പറഞ്ഞല്ലോ അതിന് വേദി കിട്ടുന്നുണ്ടോ? ആലപ്പുഴയിൽ വേദി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വേദി കുറവാണ്. അതിനൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ആവശ്യപ്പെടാറില്ല. അവര് തിരിച്ചറിഞ്ഞ് വിളിക്കേണ്ടതല്ലേ? അതെന്തോ അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഒരു ഏരിയ സെക്രട്ടറി പാർട്ടി വിട്ടിട്ട് BJP ചെയ്തത്. അദ്ദേഹം അതിന് മുമ്പ് പറഞ്ഞൊരു കാര്യം, പണ്ടത്തെ പാർട്ടി അല്ലല്ലോ ഇപ്പോഴത്തെ പാർട്ടി, കണ്ണുരുട്ടിയാൽ പേടിക്കാൻ. അങ്ങനെ പാർട്ടിക്കൊരു മാറ്റം വന്നിട്ടുണ്ടോ? അല്ല, അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാറ്റം പറയാൻ പറ്റും. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മറ്റേ മംഗലാപുരത്തിൻ്റെ കാര്യമില്ല. അതെ അതെ, അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഒരു മാറ്റം വന്നൊന്നും പറയാൻ പറ്റില്ല. പാർട്ടിക്ക് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാർട്ടി രേഖകളിൽ തന്നെ ഉണ്ടെന്നുള്ളത്. ആലപ്പുഴയിലെ പാർട്ടിയിൽ പ്രത്യേകിച്ചും അന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പാർട്ടി രേഖകൾ പോലും മാധ്യമ സുഹൃത്തുക്കൾ വായിക്കുന്നില്ല. പാർട്ടിയുടെ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ, സംഘടനാ പ്രമേയം, ഇതുപോലെ ഒരുപാട് രേഖകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് വായിച്ചു നോക്കണം. പാർട്ടിക്കകത്തുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളെപ്പോഴും നിരവധി പരാമർശങ്ങളും സ്വയംവിമർശനം അതിനകത്തുണ്ട്. അതിന്റെ 4 പോലും ഞങ്ങളാരും പരസ്യമായിട്ട് പറയുന്നില്ല. അതൊന്നും വായിച്ചു നോക്കാതെയാണ് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് പാർട്ടിക്കെതിരെ പറഞ്ഞു ഉടനെ ജി സുധാകരൻ പാർട്ടിക്കെതിരെ പറഞ്ഞു. ആ രേഖയ്ക്കകത്തുള്ളതാണ് പറയുന്നത്. പാർട്ടി രേഖ ആരും വായിക്കുന്നില്ല. അപ്പൊ അതാ പറഞ്ഞത്, ഈ മാധ്യമപ്രവർത്തകർ വലിയൊരു ഭാഗം, ഭൂരിപക്ഷം പാർട്ടിക്ക് വേണ്ടി പറയുന്നതിന് പാർട്ടിക്കെതിരായിട്ട് പറഞ്ഞെന്നും പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുന്നതാണ് പാർട്ടി എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു കേരളത്തിൽ. ഇത് ഒരു അജണ്ടയാണ്. കാരണം പാർട്ടിയെ നശിപ്പിക്കാനുള്ള അജണ്ടയാണിത്. പാർട്ടിയെ എന്താണെന്ന് അറിയാവുന്നവർക്ക് നിരാശയുണ്ടാവും. അപ്പൊ പാർട്ടി എന്താണെന്ന് വേണ്ടത്തിൽ അറിയാതെ പാർട്ടിയാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നവർക്ക് ശരിയാണെന്ന് പ്രചരിപ്പിക്കുക വഴി യഥാർത്ഥ പാർട്ടി ആശയം താപ്പോട്ട് പോകത്തില്ല. അത് ഗൗരവമുള്ള കാര്യമാണ്. ഇത് സാധാരണ ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സാധാരണ ഒരു പാർട്ടിയായിട്ടൊക്കെ ഇപ്പൊ തോന്നുന്നുണ്ടാവും. കാരണം കോൺഗ്രസിന് കൗൺസിലർമാർ, CPM-ന് കൗൺസിലർമാർ, കോൺഗ്രസിന് MLA-മാർ, അങ്ങനെ തോന്നുന്നുണ്ടാവും. പക്ഷെ അത് സാധാരണ പാർട്ടിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ് എ പാർട്ടി ഓഫ് എ ന്യൂ ഓർഡർ എന്നാണ് ലെനിൻ പറഞ്ഞത്. പക്ഷേ ഈ ഒരു പുതിയ ക്രമമുണ്ടാക്കുന്ന പ്രസ്ഥാനമാണ്. പക്ഷെ മാധ്യമപ്രവർത്തനം നടത്തുന്നവരെല്ലാം പാർട്ടി രേഖകൾ വായിച്ചിട്ട് മാധ്യമപ്രവർത്തനം നടത്താൻ പറ്റുമോ? അവരുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ചോദിക്കും. ഇപ്പൊ ഞാൻ ആലപ്പുഴയിലെ പാർട്ടി, നമ്മൾ ഈ പാർട്ടിയുടെ കാര്യങ്ങൾ തന്നെ കുറേയേറെ സംസാരിക്കും. നമുക്ക് അതിൽ നിന്നും മാറിപ്പോവാം. എങ്കിൽ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ആലപ്പുഴയിലെ പാർട്ടിയെ സംബന്ധിച്ച് കുറേ കാലമായി കേൾക്കുന്ന ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. കുട്ടനാട്ടിൽ ഒരുപാട് ആളുകൾ പാർട്ടിക്ക് SDPI ബന്ധമെന്നൊക്കെ പറഞ്ഞ് പാർട്ടി വിടുന്നു. പിന്നെ ആലപ്പുഴയിൽ മയക്കുമരുന്ന് കേസുകൾ ഉണ്ടാകുന്നു. അതുകൂടാതെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ
ഒക്കെ ഉണ്ടാവും. അതൊക്കെ സഖാവിനറിയാം, എല്ലാവരും പത്രം വായിക്കുന്നവർക്ക് അറിയാം. ഇത്തരം കാര്യങ്ങൾ നിരന്തരം GSനെ പോലെയുള്ള വലിയ കർക്കശക്കാരനായ ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്ന ആലപ്പുഴ ഘടകത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒരു മൂല്യച്യുതി, അങ്ങ് പറഞ്ഞതുപോലെ മറ്റു പാർട്ടികളെ പോലെ അല്ലാത്ത CPIM-ൽ ആലപ്പുഴയിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് പാർട്ടി രേഖ വായിക്കാത്ത മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നതല്ല. ആലപ്പുഴയിലെ പാർട്ടിയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, സുനിൽ മനസ്സിലായില്ല. മാധ്യമപ്രവർത്തകരുടെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. ഉടനാടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതല്ല, അതൊരു ഫാക്റ്റാണ്. പക്ഷെ അതല്ല, പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കാതെ പാർട്ടിയെപ്പറ്റി മനസ്സിലാക്കി. ഞാനിപ്പം 62 വർഷമായി പാർട്ടി മെമ്പറാണ്. 13-ാമത്തെ വയസ്സിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പാർട്ടി ഗ്രൂപ്പിൽ ചേർന്നു. അതുപോലത്തെ പാർട്ടിയാണെന്ന് വളരെ കുറഞ്ഞ പ്രായമാണ്. നല്ലപോലെ പ്രസംഗിക്കും, ഉപന്യാസം എഴുതുകയും ചെയ്യുന്നതുകൊണ്ട് അവർ പിടിച്ച് അകത്താക്കി. അടുത്ത വർഷം 2014 1900 ഐ എം സോറി, ഞാൻ പറഞ്ഞതെന്താ, 1963-ലാണ് പാർട്ടി മെമ്പർഷിപ്പ്. ഇപ്പോൾ 62 വർഷമായി. അപ്പോൾ 62 വർഷത്തെ പാർട്ടി പ്രവർത്തന അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും അനുഭവം ഉണ്ടാകണമെന്നല്ല, എന്നേക്കാൾ കൂടുതൽ പാർട്ടി മെമ്പർഷിപ്പിൽ ലൈഫുള്ളതാണ്. ഇപ്പം സോവിലന വികസനപ്പുള്ളത് ഒരു ചെറിയ പരിധി എന്നൊക്കെ കുറച്ചുകൂടി നമ്മളുള്ളതാണ് പിണറായി വിജയൻ. ഇപ്പം റിട്ടയർ ചെയ്ത വൈക്കം വിശ്വൻ, പാലോട് മോദിട്ട്, ഇങ്ങനെ ഒരു 6-7 പേരെ ഇനി ബാക്കിയുള്ളൂ മനസ്സിലായി. അപ്പോൾ അവർക്കൊക്കെ പലതരത്തിലുള്ള CM-ഒഴിച്ചാൽ ഇവർക്കെല്ലാം പലതരത്തിലുള്ള അനാരോഗ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കാതെ റിപ്പോർട്ട് ചെയ്യുന്നത് മാധ്യമപ്രവർത്തകർക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മാധ്യമപ്രവർത്തകർക്ക് എങ്ങനെയാണ് 4th എസ്റ്റേറ്റ് ആകാൻ പറ്റുന്നത്? എങ്ങനെ പറ്റും? മാധ്യമപ്രവർത്തകർക്ക് എങ്ങനെ സമൂഹത്തെ തിരുത്താൻ പറ്റും? ഇപ്പം മാധ്യമപ്രവർത്തകൻ അറിവില്ലാത്തവനാവണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. അറിവുള്ളവൻ തന്നെ ആവണം. എല്ലാം പഠിച്ചിട്ട് വേണം. അങ്ങനെ പഠിച്ചിട്ട് പ്രവർത്തിച്ച് എത്രയോ ആളുകളുണ്ട്. ഇപ്പോഴും ഉണ്ടല്ലോ കുറച്ച് പേര്. തീർച്ചയായിട്ടുണ്ട്. അപ്പം അതൊരു അവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ആരെങ്കിലും ആക്ഷേപിച്ചു. പാർട്ടി കാലാകാലങ്ങളിൽ എടുത്ത സംഘടനാ തീരുമാനങ്ങളുടെ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കൺമുന്നിൽ കാണുന്ന വിവിധ പ്രശ്നങ്ങളുണ്ടല്ലോ, ആലപ്പുഴയിൽ പ്രത്യേകിച്ച് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. സഖാവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ എന്ന് പറഞ്ഞോട്ടെ. അങ്ങ് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നു. ഒരിക്കലും ഒരു ബ്രാഞ്ചിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ ഒരു ബ്രാഞ്ച് സെക്രട്ടറി നടന്നു പോകുന്നു. കഥയായിരിക്കാം, അങ്ങയുടെ നേരിട്ട് ചോദിക്കണം. ബ്രാഞ്ച് സെക്രട്ടറി നടന്നു പോകുന്നു. അയാളോട് ചോദിക്കുന്നു, എല്ലാ ബ്രാഞ്ചിലേക്ക് 25 പോസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒട്ടിച്ചത് കാണിച്ചു തരുമെന്ന് പറയുന്നു. 19 കാണിച്ചുള്ളൂ, ബാക്കി 15 അയാളുടെ വീട്ടിലിരിക്കുക. അത് പറ്റില്ല, അതും കൂടെ ഇപ്പോൾ ഒട്ടിക്കൂ എന്ന് പറഞ്ഞ ഒരു ജില്ലാ സെക്രട്ടറി ആയിരുന്ന കർക്കശക്കാരനായിരുന്ന G. സുധാകരനെ കുറിച്ച് ചില സഖാക്കൾ എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിന്നിരുന്ന ഈ പറഞ്ഞ പോലെ ഒരു ഏകശിലാരൂപത്തിൽ പാർട്ടിയെ ആലപ്പുഴയിൽ കൊണ്ടു നടന്ന സഖാവിൻ്റെ തട്ടകത്തിലാണ് ഈ പറഞ്ഞ മയക്കുമരുന്ന്, പെൺവാണിഭം, കുതികാൽപ്പെട്ട് എന്തിന് SDPI ബന്ധം പോലെയുള്ള ആക്ഷേപങ്ങൾ വരുന്നത്. ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണോ? ഇത് സ്വാഭാവികമായി ഉണ്ടാവുന്ന അല്ല, ആരെങ്കിലും ആ പ്രശ്നം കാണിച്ചുകൊണ്ടുണ്ടാവുന്ന. അതുപോലെ ഗവേഷണം ആവശ്യമില്ല. അവിടെ അന്വേഷിക്കുമ്പോൾ അവർക്കറിയാം. കമ്മ്യൂണിസ്റ്റുകാരല്ലേ? അതുകൊണ്ട് 99% അങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഈ പാർട്ടി നിൽക്കത്തില്ല. ഊർജ്ജലുണ്ട്. മുമ്പ് ആരും ഇല്ലായിരുന്നു. ഒരു കാലത്ത് ആരും ഇല്ലായിരുന്നു കുഴപ്പക്കാരായിട്ട്. ഇപ്പം കുഴപ്പക്കാരെന്നല്ല, ഈ പറഞ്ഞ തരത്തിലുള്ള കുഴപ്പത്തെ പറ്റിയാണ്. കുഴപ്പങ്ങൾ പലതരത്തിലുണ്ടല്ലോ. ഇത് ഗൗരവമായ കാര്യമല്ലേ പങ്ക് പറഞ്ഞത്. മുമ്പാരും ഇല്ലായിരുന്നു. ഇപ്പം ഒരു അല്പം സ്വല്പമൊക്കെ ഉണ്ട്. അതിനെതിരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്, പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സംശയം എന്താ? അല്ലെ പിന്നെ അങ്ങനെ പാർട്ടി അതുകൊണ്ടാണ് സഖാവിന് പിന്നെ പാർട്ടി വേദികളിൽ കാണാത്തത്. അല്ല എന്നാ അങ്ങനെ അതിനർത്ഥം എന്താ? അല്ല, അവര് പാർട്ടിക്കാരല്ലേ? അതുകൊണ്ടാണ് പാർട്ടി വേദി കാണുന്നത്. അവർ പാർട്ടിയുടെ സംഘടനാ ചുമതലയിൽ ഇരിക്കുന്നവരല്ലേ? അത് അപ്പം പറഞ്ഞത് തമ്മിൽ വ്യത്യാസമായി. സംഘടനാ ചുമതലയിൽ ഇരിക്കുന്നവരിങ്ങനെ ചെയ്യുന്നു നല്ലല്ലോ അങ്ങ് പറഞ്ഞത്. പാർട്ടിയുടെ ഇങ്ങനെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അവരിൽ ചിലർക്ക് ഏരിയ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഏതാണ്ട് 150 ഏരിയ കമ്മിറ്റി ഉണ്ട്. ഓരോന്നും 21 പേരുണ്ട്. അറിയാണല്ലേ? അങ്ങനൊന്നും പാർട്ടി നേതൃത്വത്തിൽപ്പെട്ടവർക്ക് അങ്ങനെയുള്ള അപച്ഛത ഉണ്ടായതായിട്ട് കാര്യമായി കേട്ടിട്ട് അപൂർവമായിട്ടുണ്ടാവും. കാരണം മാനേജ് ടു എയർ എന്നാണ് പറയുന്നത്. അറിയാലോ, മാനേജ് ടു എയർ, മനുഷ്യർക്ക് തെറ്റുപറ്റും. അങ്ങനെ പറ്റുന്നുണ്ടോ? വ്യാപകമായത് പറയാനില്ല. അതിലൊക്കെ ഉപരിയായി അഗാധവും
സർവതലസ്പർശിയുമായി മാർക്സിസ്റ്റിന് അവബോധത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യശോഷണമാണ്. അതാണ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് പാർട്ടിയും ബാധിച്ചിട്ടുണ്ട്. പാർട്ടിയല്ല, പിന്നെ കോൺഗ്രസിനെ ബാധിക്കുന്നത്. ഇത് പാർട്ടിയല്ലേ ഇത് ബാധിക്കത്തുള്ളൂ. അല്ല, പാർട്ടിയെ ബാധിക്കാൻ പാടില്ലല്ലോ. പ്രത്യയശാസ്ത്രപരമായി ഒരു അതിന് മെമ്പർമാർ വലിയൊരു ഭാഗത്തിന് ഇതേ സംബന്ധിച്ച് ധാരണയില്ലാതെ വന്നാൽ ബാധിക്കത്തില്ലേ? അല്ല, കോൺഗ്രസിന് ആരാണ് മെമ്പർഷിപ്പ് കൊടുത്താൽ മെമ്പർഷിപ്പ് കിട്ടില്ലേ? ഇത് ഗ്രൂപ്പിൽ വന്ന് കാൻഡിഡേറ്റ് ആയി അവസാനമല്ലേ പാർട്ടി മെമ്പർ ആവുന്നത്? അതെ, അതാണ് ഒക്കെ ശരിയാണ്. അങ്ങനെ തന്നെ വരുന്നത്. പക്ഷെ അങ്ങനെ വന്ന് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് പണ്ട് ലീഡർഷിപ്പിലേക്കൊക്കെ വരിക. അപ്പം മൊത്തത്തിൽ അന്ന് മെമ്പർഷിപ്പ് ഇത്രയൊന്നും ഇല്ലല്ലോ. അപ്പം വളർച്ചയുടെ ഫലമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ EMS ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുക, ഇത് രണ്ടും പറഞ്ഞു. സ്വയം പഠിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവരിലും പഠിക്കണം. ഇതാണ് EMS പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള എഡ്യൂക്കേഷനാണ് ഉണ്ടായിരുന്നത്. അന്ന് EMS ഇല്ലെന്ന് പറയുകയല്ല, എന്നാലും കുറെ ശ്രദ്ധകളുണ്ട്. ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു 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 വീക്ക്നെസ് വരുന്നുണ്ടോ? MA തന്നെ പലയിടത്തും പറഞ്ഞല്ലോ ആശയപരമായ ദൗർബല്യം ഉണ്ടെന്ന്. അങ്ങനെ പറയണം നമ്മൾ. അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ മാസിനത് മനസ്സിലാവുള്ളൂ. അപ്പം സഹാക്കളെ എഡ്യൂക്കേറ്റ് ചെയ്ത് ഒരുപാട് മെമ്പർമാരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അതിനുവേണ്ടി കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം. അത് നടക്കുന്നുണ്ടോ? ജീവിതം അതൊക്കെ നടത്തുന്നവരുണ്ടല്ലോ. ഞങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കണം. കാരണം ഇതൊരു സമർപ്പിത പ്രവർത്തനമാണ്. അല്ലാതെ കേരള കോൺഗ്രസിലോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടികളോ ഉള്ളതുപോലെ പ്രവർത്തനമല്ല. രാവിലെ ഉടുപ്പൊക്കെ എടുത്തിട്ട് മണമൊക്കെ പൂശി മുഖമൊക്കെ പോയി നല്ല ബ്യൂട്ടി പാർലർ പോയി സൗന്ദര്യമൊക്കെ നോക്കി ഒരു തലമുടി പോലും കാറ്റിൽ പറക്കാത്ത വിധ ഇങ്ങനെ ഒക്കെ ഒട്ടിച്ച് വെച്ച് നടക്കുന്ന ഒരുപാട് പേര് ടെലിവിഷൻ കാണാമല്ലോ നിങ്ങൾക്ക്. അവർക്കൊക്കെ എങ്ങനെ അവർ മുഷിന് പ്രവർത്തിച്ചാൽ തലമുടി ഇളകത്തില്ലേ? ശക്തൻ വേർപ്പ് വെള്ളത്തില്ലേ? അപ്പൊ അവർക്ക് ആ വേഷം കണ്ടാൽ അറിയാമല്ലോ എന്ന് ബുദ്ധിമുട്ടുമാരല്ലെന്ന്. അങ്ങനെയുള്ള വലിയൊരു സ്ഥലം നേതാക്കന്മാരെ സ്ക്രീനിൽ കാണാമല്ലോ നിങ്ങൾക്ക്. അതിപ്പോ എല്ലാ പാർട്ടിയിലും ഉണ്ടെന്ന് നമ്മുടെ പാർട്ടിയിലും ഉണ്ട്. നിങ്ങൾക്കിപ്പോ നമ്മുടെ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നതിലാണ് പ്രധാനമായിട്ടും. കേരള രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന മാറ്റം CPM-നകത്ത് മാത്രം മാറ്റം വന്നതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ മാറ്റം വരുന്നു. ഇവിടെയുള്ള സകല രാഷ്ട്രീയ പാർട്ടികളിലും ജനാധിപത്യമായ മാറ്റം ഉണ്ടാകണം. അപ്പൊ കഠിനാധ്വാനം ചെയ്യുന്ന കഷ്ടപ്പെടണം നാട്ടുകാർക്ക് വേണ്ടി. തൊഴിലോടെ ഇറങ്ങി പ്രവർത്തിക്കണം. ലോകസഭ മരിച്ചോ പറഞ്ഞ കഥകളൊക്കെ വന്നല്ലേ അദ്ദേഹം കഷ്ടപ്പെട്ട കാര്യം അല്ലേ? ട്രേഡ് യൂണിയൻ അങ്ങനെയല്ലേ കെട്ടിപ്പടുത്തത്? ഇതിനൊക്കെ തന്നെ കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കുന്നു എല്ലായിടത്തും. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം കുറ്റമായിട്ടല്ല, പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരാണ് മാതൃകാപരമായി മുന്നിൽ നിന്ന് ഇത് തിരുത്തേണ്ടത്. അത് ശരിയാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. ആ തിരുത്തൽ പ്രവൃത്തിയാണ് ഇപ്പൊ നടത്തുന്നത്. തിരുത്തൽ പ്രവൃത്തി എല്ലാം നടന്നിട്ടുണ്ട്. എന്നെ കുറച്ച് കൂടുതൽ നടത്തണം. അങ്ങത് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നു. ഉടനെ സംസാരിക്കുന്നത് തിരുത്തല്ല എന്നെ കാര്യം പറഞ്ഞുകൊണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഇത് പാർട്ടിക്കെതിരാണ് എന്ന് നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ എഴുതി പ്രചരിപ്പിക്കുന്നു. ഞാൻ അതേപ്പറ്റി പറയാം. അതുകൊണ്ട് ഇത് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. മാധ്യമങ്ങളിലെ ഒരു വിഭാഗവും പാർട്ടികളിലെല്ലാം നുഴഞ്ഞു കയറിയ പൊളിറ്റിക്കൽ കമ്മ്യൂണിസം ചേർന്ന് അഗാധമായ രാഷ്ട്രീയ, പൊളിറ്റിക്കൽ, ഫിലോസോഫിക്കൽ, ഐഡിയോളജിക്കൽ ബേസിസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പൊ അങ്ങ് പറഞ്ഞു അത് കേരളം നേരിടുന്ന ഒരു ഭീഷണിയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ CPIM എന്ന് പറഞ്ഞ പാർട്ടി ഒരു സംഘടന വളരെ സംഘടനാ ചിട്ടയൊക്കെ വലിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയിൽ എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് നുഴഞ്ഞു കയറുന്നത്? എല്ലാ പാർട്ടികളിലും കയറിയതുപോലെ CPM-ൽ ഉണ്ടെന്ന് ഇപ്പൊ അങ്ങ് പറഞ്ഞു. അതെങ്ങനെ പറ്റും? CPM-ൽ ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? അതിൽ എങ്ങനെ പറ്റും? നിങ്ങൾ പറയാം. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ വന്നത് എന്നെക്കാൾ നല്ല നിങ്ങളുടെ നാട്ടിൽ അത്തരക്കാരും ഇല്ലെങ്കിൽ അത് പറ. ഇതെങ്കിലും ബ്രഹ്മാണ്ടം പോലെ പിറന്നു കിടക്കുന്ന 7 ലക്ഷം മെമ്പർമാരുമായില്ലേ? ഒരു വാർഡിൽ തന്നെ 5ഉം 6ഉം ബ്രാഞ്ചുമാണ്. ഒരു 5-15 പേരുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് മനസ്സിലാക്കുക. ഇതെല്ലാം CPM-നെ കുത്താനുള്ള പ്രശ്നമായിട്ട് എടുക്കണമെന്നുള്ളതാണ്. അതാണ് ഞാൻ മാധ്യമ വിമർശനം പറഞ്ഞത്. അതൊക്കെ നല്ലതാവാൻ വേണ്ടി പറയുന്നതാണ്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. CPIM ഏറ്റവും മികച്ച പാർട്ടിയായാൽ ഈ കേരളത്തിൽ സമാധാനം ഉണ്ടാവും, കേരളത്തിൽ വികസനം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന അത് ഞങ്ങൾ മാത്രമല്ല ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അറിയാവുന്നവർ, പാർട്ടിയെപ്പറ്റി അറിയാവുന്നവർ, പഠിച്ചവർ അനുഭവത്തിന് വ്യത്യാസപ്പെട്ടത് കാണുമ്പോൾ അത് പറയും. ഉടനെ ഈ പറയുന്നത് പാർട്ടിക്കെതിരാണ്, മറ്റേ കാണിച്ചതാണ് പാർട്ടിക്ക് അനുകൂലം എന്ന് ഏതെന്ന് മാത്രമേ ശൈലി ഉണ്ടെന്നുള്ളത് നിഷേധിക്കാൻ പറ്റുമോ? അവരാരെ സഹായിക്കുന്നു?
അവരാരും സഹായിക്കുന്നു. അത് CPM നേരെ മാത്രം വെക്കണ്ട, മൊത്തത്തിൽ കേരള രാഷ്ട്രീയത്തിന്റെ ബൗദ്ധിക നിലവാരം കുറഞ്ഞിട്ടില്ലേ? തീർച്ചയായും ഉണ്ടല്ലോ. അതിന്റെ ലിറ്റററി മാനദണ്ഡം കുറഞ്ഞിട്ടില്ലേ? അതിന്റെ സംഘടനാപരമായിട്ടുള്ള ആ കർശനത്വം VS-നെ പറ്റിയൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ VS-ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചതായിരുന്നു. മനസ്സിലായില്ലേ? പലതരത്തിൽ നിങ്ങൾക്കത് കാണാം. തെറ്റായിട്ടുള്ള ധാരണകൾ ഒക്കെ ശരിയാണെന്ന് ഒന്ന് മാറിപ്പോകണം. അതിനു മുമ്പ് പെട്ടെന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നത്, അങ്ങയെ കാണാൻ KC വേണുഗോപാൽ വരുന്നു, അങ്ങയുടെ മനസ്സ് പകുതി BJPയുടെ ഒപ്പമാണെന്ന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടായിരുന്നത്? ഞാനാണോ സമാധാനം പറയേണ്ടത്? ഞാൻ നിരപരാധിയല്ല. ഞാൻ അങ്ങനെ പോലും പറഞ്ഞു. ഗോപാലകൃഷ്ണന്റെ മനസ്സ് പകുതി മാർക്സിസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അയാളുടെ ഭാര്യയുടെ മനസ്സ് മാർക്സിസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. വീട്ടിൽ വിളിക്കുന്ന എന്റെ ഭാര്യയെ പറ്റി ഇവിടെ പറയുക. എന്റെ ഭാര്യയുടെ മനസ്സാണ് എങ്ങനെയായിരുന്നു? അപ്പൊ ഗോപാലകൃഷ്ണൻ മാത്രമേ ഞങ്ങൾ പറയുള്ളൂ കേരളത്തിൽ. അങ്ങനെ വന്ന് കണ്ടു എന്നാ പറഞ്ഞു. KC വേണുഗോപാലും കണ്ടു, ഗോപാലകൃഷ്ണനും കണ്ടിരുന്നു എന്ന് പറഞ്ഞു. എന്താ കണ്ടത്? എന്താ കുഴപ്പം? ഇവിടെ കണ്ടതെന്താ? കാണുന്നത് കുഴപ്പമല്ലേ? എന്ത് കുഴപ്പം? അപ്പൊ EP ജയരാജൻ സഖാവ് കണ്ടത് കുഴപ്പമാണല്ലോ. EP ജയരാജൻ കണ്ടത് കുഴപ്പമാണ്. ഞാൻ പറഞ്ഞ പ്രശ്നം മറ്റു പാർട്ടിക്കാരല്ലേ? കോൺഗ്രസ് അല്ലേ? മറ്റു പാർട്ടിക്കാരെ കാണരുതെന്ന് ആര് പറഞ്ഞു? പാർട്ടി പറയുന്നു. പാർട്ടി പറഞ്ഞിട്ടില്ല. പാർട്ടിക്ക് അത് പറയാനും പറ്റില്ല. കാരണം പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ പ്രവർത്തനം. കണ്ടതുകൊണ്ട് എന്താ ഉടനെ ചാരിത്രം ഇല്ലാതാവും? കണ്ടതുകൊണ്ട് എന്താണെന്നുള്ളത് വലിയ ചോദ്യമാണ്. ADGP അജിത് കുമാർ കണ്ടതും കുഴപ്പമാണ്. അങ്ങനെ ചുമ്മാതെ അജിത് കുമാറിന്റെ കിജിത് കുമാറിന്റെ ഒന്നും കാര്യം എന്നോട് ചേർത്ത് പറയാതെ. എന്നെ കാണാൻ ആരൊക്കെയോ വരുന്നുണ്ടാവും. ഇന്നുവരെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആ വരുന്നവരെ എന്നെ സ്വാധീനിക്കുന്നില്ലല്ലോ. അല്ല, വളരെ പെട്ടെന്നാണല്ലോ KC വേണുഗോപാലൊക്കെ വരുന്നത്. പെട്ടെന്നല്ല, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇതിനു മുമ്പും വരാറുണ്ട്. എന്താ വന്നാല് എനിക്ക് അതിനുമായിട്ട് 19 വർഷത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഞാൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കേരളയിൽ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. പുള്ളി സെനറ്റർ മെമ്പറാണ്, വിദ്യാർത്ഥി പ്രതിനിധിയാണ്, KSUവിന്റെ പ്രസിഡന്റാണ്. അയാൾ അസംബ്ലിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ മിനിസ്റ്റർ, ഞാൻ MLA ആയിരിക്കും, പുള്ളി മിനിസ്റ്റർ. പിന്നെ ഇപ്പം പാർലമെന്റിലേക്ക് പോയി. ആലപ്പുഴക്കാരനാണ്, ആലപ്പുഴയാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് പരിചയമില്ലാതെ എന്തായാലും. അങ്ങനെയാണ് പിണറായി വിജയൻ മോഡിയെ കാണാൻ പോകുന്നുണ്ടല്ലോ. കാണാൻ പാടില്ലല്ലേ? ഞാനും പിണറായി വിജയൻ കൂടി കഴിഞ്ഞ മുമ്പിൽ മോഡിയെ കാണാൻ പോയല്ലോ. ഗഡ്കരിയെ കണ്ടല്ലോ. ഗഡ്കരിയൊക്കെ RS-അല്ലേ? പൊതുജീവിതത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തമ്മിൽ കാണുന്നത് ദുരുദ്ദേശപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ മാത്രമേ ഇത് ചോദ്യം ചെയ്യാൻ അവകാശമുള്ളൂ. അങ്ങനെ 62 വർഷമായിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് ഒന്നും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. ഇല്ലല്ലോ. അതെന്താ വന്നുകൊണ്ട് അയാള് എൻ്റെ അസുഖമൊക്കെ കഴിഞ്ഞ് മാറി എങ്ങനെയാണ് കാണാൻ വന്നതേ ഉള്ളൂ. അങ്ങനെ പോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഞാൻ അയോഗ്യനാണ് ആ ഒരു രാഷ്ട്രീയം പറഞ്ഞത്. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് തെറ്റാണെന്ന് കോൺഗ്രസ് പരസ്യമായി പറയാത്ത കാലത്താണ് കോൺഗ്രസ് ഇന്ത്യയിലാണ് അധികാരത്തിൽ വന്നിട്ടത്. കാരണം BJP അത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഏകാധിപത്യത്തെ പറ്റി പറയാൻ അവകാശമില്ല. അതൊന്നുമില്ല. ഇതാണ് ആകെ കൂടി പറഞ്ഞ ഒരു രാഷ്ട്രീയം. അത് കേസോട് പറഞ്ഞു. കേസോട് പറയണമല്ലോ. ഒരു 5 മിനിറ്റ് കിട്ടിയപ്പോൾ അത് പറഞ്ഞു. എന്നാൽ ഞാൻ CPM-ലേക്ക് ക്ഷണിച്ചില്ല. അയാൾ എന്നെ ഒരിക്കലും കോൺഗ്രസ് ക്ഷണിക്കത്തുള്ളൂ. അത്ര നല്ലതൊന്നുമല്ല അയാൾ. പിന്നെ ഗോപാലകൃഷ്ണൻ വന്നു. അങ്ങ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. 1 വർഷം മുമ്പ് എന്താ ഒരു ആവശ്യം വന്നതാണ്. ഇപ്പോൾ 1 year. ഈയിടെ വന്നതല്ലേ പറഞ്ഞത്? പത്രവാർത്ത നോക്കാം. ഈയിടെ വന്നു. അങ്ങനെ പറഞ്ഞു. അതെന്ത് ഉത്തരവ്? പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ലേ? എന്താ അങ്ങനെ പറഞ്ഞത്? ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. ഞാനൊന്നും പ്രതികരിച്ചുള്ളത് എന്നെ മാന്യത. രണ്ടാമത് എന്റെ വൈഫായിട്ട് 1 മണിക്കൂർ സംസാരിച്ചത് എന്താ പറയുന്നത്? എന്റെ വൈഫ് അങ്ങനെ 1 മണിക്കൂറായിട്ട് വെളിയിൽ നിന്ന് ആരോടും സംസാരിക്കാറില്ല. അവർ കോളേജിൽ പഠിക്കുന്ന കാലത്ത് SFIയുടെ പ്രവർത്തകയായിരുന്നു. പഠിച്ച അതേ ST കോളേജിൽ ജോലി കിട്ടി. അവരുടെ അച്ഛൻ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സിന്റെ ഹെഡായിരുന്നു. അവരവിടെ ആദായ ഡിപ്പാർട്ട്മെന്റ് ഹെഡായി. റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് വർഷമായുള്ളൂ. എന്നിട്ട് വീട്ടിൽ അടുക്കളപ്പണി ചെയ്യുക. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വേറെ ഒന്നിനും പോയില്ല. മുൻമന്ത്രിയുടെ ഭാര്യയാണ്, PhD ഉണ്ട്, MPhil ഉണ്ട്. എവരിത്തിങ് ഷീ ഗോട്ട്. ഒരു സർക്കാർ ജോലിക്കും പോയില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് കീഴിലായാലും ആരെല്ലാം പോയി? എല്ലാം പോയില്ല. അതുകൊണ്ട്
ഒന്നും ഞങ്ങൾ പോയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ പലരും വരുന്നു, ഗോപാലകൃഷ്ണൻ വന്നാൽ ഒന്ന് പോയി. അദ്ദേഹം ഒരു പുസ്തകം തരാമെന്നതാണ്. അതായത് അതൊന്നും പുസ്തകം പ്രസിദ്ധീകരിച്ച ആ കാലത്ത് അവിടെ രാഷ്ട്രീയമാണല്ലോ. അപ്പോൾ എല്ലാ ജില്ലകളിലെയും അവർക്കൊരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽപ്പെട്ട് അവർ പ്രമുഖരെന്ന് പറയുകയാണ്. ആ പ്രമുഖരോട് എണ്ണയുമ്പോഴത്തേക്ക് എനിക്ക് ആ പുസ്തകം തരാമെന്നതാണ്. ആ പുസ്തകം വായിച്ചു, ഞാൻ വായിക്കുകയും ചെയ്തു. ഞാനത് എൻ്റെ ലൈബ്രറി വെച്ചിട്ടുണ്ട്. അയാളത് കഴിഞ്ഞ് പോവുകയും ചെയ്തു. ഇപ്പോൾ ഇത് വന്നപ്പോൾ അദ്ദേഹം ഇതിനെ കയറി എടുത്ത് കാണിയത് അവർക്ക് ഇങ്ങനെ ഞാൻ ഏതെങ്കിലും BJP-ക്കാരനെ എന്നെ പഠിക്കാത്ത കിട്ടും. ഞാൻ കണ്ടത്തില്ല ഒരു എൻ്റെ വയലത്തെല്ലാം BJP-ക്കാരുണ്ട്. എന്നെ അവിടെ എൻ്റെ വാർഡ് താമസിക്കുന്ന വാർഡ് മെമ്പർ BJP സ്ത്രീയാണ്. അവിടെ 50 വോട്ടിന് അവർ ജയിച്ചു 3 വർഷം. പഞ്ചായത്ത് ഞങ്ങളാണ് 17-13 ഞങ്ങളാണ്. ഞാൻ കേട്ടു. അവിടെ ഞാൻ കേട്ടത്തില്ലെന്നല്ല, എല്ലാവർക്കും വരാം. അല്ല, കുറച്ചു മുമ്പ് പറഞ്ഞ എങ്ങനെയാണ് ആർക്കും ആരെയും വന്ന് കാണാമല്ലോ. ഇതൊക്കെ അതായത് തെറ്റായിട്ടുള്ള ഒത്തിരി സങ്കല്പങ്ങൾ ഇരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണോ? സ്വന്തം ഓർമ്മിപ്പിക്കുകയാണ്. 2ാം ലോകമായുദ്ധ കാലത്ത് സഖാവ് സ്റ്റാലിനും ഹിറ്റ്ലറും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കി. ചോദിച്ചാൽ എന്തിനായിരുന്നു? ഹിറ്റ്ലർ ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് അല്ലേ? അതുപോലെ കൊലയാളി ഉണ്ടായിട്ടുണ്ടോ? കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എത്ര ലക്ഷം ആളെയാണ് കൊന്നത്, എസ്പെഷ്യലി ജ്യൂസിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും. സ്റ്റാലിൻ അനാക്രമണം വിടണം, തമ്മിൽ യുദ്ധം വേണ്ട, ചരിത്രത്തിൽ കിടക്കാറ്. എന്താണ് ചെയ്തത്? അദ്ദേഹം ചെയ്തത് ഹിറ്റ്ലറുടെ സൈന്യം ഇപ്പോഴത്തെ യുക്രൈൻ എന്ന സോവിയറ്റ് യൂണിയന്റെ ഭാഗമാണ്, USSRന്റെ ഭാഗമാണ്. 16 റിപ്പബ്ലിക്കുകളും അതിന് 100 സ്റ്റേറ്റുകളുമുള്ള ലോകത്തിന്റെ 6 കഷണത്തിൽ ഒന്നെടുത്ത റഷ്യ മാത്രമായിരുന്നു, സോവിയറ്റ് യൂണിയൻ. ആ യുക്രൈൻ വഴി വേണം വരാൻ, റഷ്യ ആക്രമിക്കാൻ. ഈ ജർമ്മൻകാർ അതിലെയാണ് 1ാം ലോകമായുദ്ധ കാലത്ത് വന്നങ്ങനെയാണ്. അപ്പം അതൊന്ന് രാഷ്ട്രീയം നിർത്താൻ വേണ്ടി ചെയ്തു. അപ്പോൾ അവർക്ക് അവിടെ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കാനാണ്. ഇവർ ആക്രമിക്കുമെന്നാണ്. പിന്നെ ആക്രമിച്ചല്ലോ, ആക്രമിച്ച് മോസ്കോയുടെ അടുത്ത് വരെ വന്നു. അവസാനം മൊത്തം തിരിച്ചോടിച്ച് എല്ലാവരെയും തോൽപ്പിച്ച് ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിന്റെ മുകളിൽ ചെങ്കോടിയാണ് ഉയർത്തുന്നത്. അതിനാണ് അടവ് നയം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്റ്റാലിനുമായിട്ട് അദ്ദേഹം കണ്ടതൊരു തെറ്റായി. അപ്പോൾ ഓരോരോ സാഹചര്യങ്ങൾ അങ്ങനെ സത്യതാപരമായ രാഷ്ട്രീയമുള്ളവരും കാണാറുണ്ട്. ഓരോ ആവശ്യമായിരിക്കും. ഇതൊക്കെ ഒരു രാഷ്ട്രീയ വിശാല ബോധമുണ്ടെങ്കിലേ മനസ്സിലാവും. അല്ലാതെ ഇന്നത്തെ ഈ ഓപ്പൺ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയോളജിയോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ പ്രതിബദ്ധതയുണ്ടെങ്കിൽ നാട്ടിലെ ജനത്തിന് വിശ്വാസമുണ്ടെങ്കിൽ എന്നൊന്നും പഠിക്കണ്ട. അതല്ല പകലെന്ന് പറയുകയും രാത്രി നേർന്ന് കാണിക്കുകയും ചെയ്യുന്ന കുറച്ചാളുണ്ട്. ആ കൂട്ടത്തിൽ എന്നെ ആരും പെടുത്തിയിട്ടില്ല, ശത്രുക്കൾ പോലും പെടുത്തിയിട്ടില്ല. ഒരു കാരണവശാലും പേടിക്കണ്ട. ഉറപ്പാണ്. പറയുന്നത് എന്നോടല്ല, കേരളത്തിലെ പൊതുസമൂഹത്തോടാണ്. പക്ഷെ എനിക്കിപ്പോൾ വേറെ കാര്യം, നമ്മൾ കുറേ രാഷ്ട്രീയം സംസാരിച്ചു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പം ഞാൻ ഈ BJP-യോടൊപ്പം വരുന്നു, പകുതി മനസ്സ് BJP ആണെന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിലാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. ഈ രാമായണ മാസത്തിൽ വരുമ്പോൾ രാമായണം വായിക്കുന്ന ഒരു ജി സുധാകരനുണ്ട്. അതുകൂടാതെ കവിതകൾ എഴുതുന്നൊരു ജി സുധാകരനുണ്ട്. ഇപ്പൊ കവിതയും രാമായണവും ഒക്കെ എങ്ങനെയാണ് GS-ന്റെ മനസ്സിലേക്ക് ഈ കടുത്ത വിപ്ലവകാരി കർക്കശക്കാരനായ CPM നേതാവ് ഒക്കെ ഇരിക്കുന്നു? എങ്ങനെ ഈ രാമായണം, ഇപ്പൊ രാമായണം എന്ന് പറഞ്ഞാൽ ആളുകളെ ഓടിച്ചിട്ട് തല്ലുന്ന കാലമാണ്. അങ്ങനെ കുറെ ആളുകൾ അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. രാമായണം എന്ന് പറഞ്ഞാൽ, രാമൻ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലത്ത് അങ്ങ് രാമായണം കൃത്യമായി വായിക്കുന്നുണ്ട്. ഇത് എങ്ങനെ പറ്റും? ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസും രാമായണം തമ്മിൽ ചേരുമോ? വായിക്കുന്ന ആരും രാമായണം എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായ ഒരു സാഹിത്യകൃതിയാണ്. മലയാള ഭാഷയുടെ ഒറിജിനാലിറ്റി തമിഴിൽ നിന്നും മലയാളത്തെ അകത്തെടുത്ത് സംസ്കൃതമായ മലയാള ഭാഷയുടെ പദങ്ങളൊക്കെ മാറ്റി ആവശ്യമുള്ള പദങ്ങൾ നിലനിർത്തി പച്ച മലയാളത്തെ മലയാളത്തെ സംസ്കൃത പദങ്ങളൊക്കെ ഇടയ്ക്കുണ്ട്. ആദ്യ ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥം സാഹിത്യം, സംഗീതം, ഭാഷ, ഇതിൻ്റെ എല്ലാം ഒരു സമ്മേളനമാണ് ആ പുസ്തകം. ആ പുസ്തകം വായിച്ചുകൊണ്ടാണ് ഞാൻ കുട്ടിക്കാലം പോലെ വായിക്കും. എൻ്റെ അച്ഛൻ വായിക്കുമായിരുന്നു. എൻ്റെ അച്ഛൻ മറ്റേ റോഡുകളിൽ പോയി വായിക്കണം, പൈസ ഒന്നും വാങ്ങില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടെന്താ, അതുകൊണ്ട് ഞാൻ രാമക്ഷേത്രങ്ങളിലൊന്നും പോയി തൊഴാനും മുഴിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. അപ്പൊ ഒന്നാമത് അറിവുള്ളവരില്ല. ഇല്ല, ഞാൻ ശബരിമല ദേവസ്വം മന്ത്രിയല്ല, ശബരിമല പോകണ്ടേ? ആ കീഴിൽ നമ്മളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഗുരുവായൂരിന്റെ മന്ത്രിയല്ലായിരുന്നു ഞാൻ.
വാട്ടർ സപ്ലൈ സ്കീം ഞാനാണ് ശരിയാക്കിയത്. അതൊക്കെ ഇവിടെ നടക്കുന്നത് അവിടെ പോയി ഗുരുവായൂർ പെണ്ണുപോയി താഴെ വീണ് വണങ്ങിയില്ലല്ലോ ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ. കാരണം ഞാനവിടെ ജനങ്ങൾ കണ്ട് കള്ളറാണ്. നിങ്ങൾ പറയാൻ ചെയ്യാത്തത് മന്ത്രിയായിരുന്നു കള്ളത്തരം കാണിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ബഹുമാനപൂർവ്വം ഇങ്ങനെ അവിടെ വന്നു. ഞാൻ ശബരിമല അങ്ങനെ തന്നെ വന്നു. ഞാൻ വേറെ ദേവസ്വം മന്ത്രി മണിമയെ തൊഴിൽ കണ്ടിട്ടില്ല. അതുവരെ തൊഴിലിട്ടില്ലല്ലോ. അതൊക്കെയാണ്. അപ്പോൾ അവിടെ നമുക്ക് നിൽക്കാൻ അന്തസ്സായി നിൽക്കാൻ അത് നമ്മളെ ചോദ്യമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. രാമായണം ഉത്കൃഷ്ടമായൊരു ഗ്രന്ഥമാണ്. മലയാള ഭാഷ അറിവ് വേണേ വായിക്കണം. മലയാള ഭാഷയിൽ നിങ്ങൾക്ക് അറിവ് വേണേ വായിക്കണം. രാമായണം, ഭാരതം, മഹാഭാഗവതം, ബൈബിള്, ഖുർആൻ, വിശുദ്ധയുടെ ഒരു തികഞ്ഞ പോയട്രിയാണ്. പോയട്രിയാണ് ഭാഷയുടെ ആദ്യത്തെ സർഗാത്മക രൂപം. ഗദ്യം പിന്നെയാണ് ഉണ്ടായത്. പോയട്രിയാണ്, കവിതയിലാണ്. കവിതയല്ലേ? മറ്റേ കൗഞ്ചമിഥനങ്ങൾ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയപ്പോ മാനിഷാദ അതെ കവിതയല്ലേ അത്? അപ്പൊ അതേപ്പറ്റിയൊക്കെ പിന്നെ മാർക്സത്തെ പറ്റി മനസ്സിലാക്കുക. സർവ്വ വിജ്ഞാനങ്ങളുടെയും ആരാധകരാണ് മാർക്സിസ്റ്റുകാർ. ഇന്നത് വായിക്കരുത്, ഇന്നത് വായിക്കണമെന്ന് മാർക്സിസം പറയരുത്. എല്ലാം വായിക്കണം. ഹിറ്റ്ലറെ പറ്റി അറിയണമെങ്കിൽ അയാളുടെ ആത്മകഥയായ മീൻ ഗാഫ് വായിക്കണ്ടേ? മീൻ ഗാഫ് എങ്കിൽ ലൈബ്രറിയിൽ എടുപ്പുണ്ട്. വായിച്ചാൽ എത്ര ഉള്ളൂ? ഹിറ്റ്ലറെന്ന് പറയുന്നു. കാരണം ആത്മകഥ വായിച്ചിട്ടുണ്ടോ? വായിച്ചാൽ എത്ര ഉണ്ട് കേരളത്തിൽ? കേരള തോമസ് വായിച്ചിട്ടുണ്ടോ? പ്രൊഫസറാണല്ലോ, വായിച്ചിട്ടുണ്ടോ? ഞാനത് വായിക്കാൻ മാത്രം വായിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. കാരണം അയാളുടെ ക്രൗര്യം, അയാൾ എങ്ങനെയാണ് മാർസിനെ ഇളക്കുന്നത്, ഒരു ഫിലോസഫി മനസ്സിൽ വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ വായിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം വായിക്കണം. കാർൽ മാർക്സ് തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ചെറിയ പുസ്തകമാണ്, പക്ഷെ എല്ലാ വലിയ പുസ്തകങ്ങളുടെയും പുസ്തകമാണ്. ആ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം ബൈബിളിനെ പറ്റി പറയുന്നു, അദ്ദേഹം ഷേക്സ്പിയറെ പറ്റി പറയുന്നു, പൂർവ്വകാല റിലീജിയസ് ലിറ്ററേച്ചറിനെ പറ്റി പറയുന്നു. അത് വായിച്ചുകൊണ്ടല്ലേ. ലണ്ടൻ ലൈബ്രറിയിൽ നിന്ന് രാപകൽ ആരോഗ്യം കളഞ്ഞ് ഭക്ഷണമില്ലാതെ വായിച്ച് അദ്ദേഹം മരിച്ചത്. പട്ടിണി കിടന്നാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചത്. ആരോഗ്യം പോയി, ഭക്ഷണമൊന്നും കഴിക്കാതെ കടനത്ത് വാങ്ങിയ ദാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി, മാനിഫെസ്റ്റോ എഴുതി. അപ്പൊ ഞാൻ പറയുന്നത് ഇതെല്ലാം ലോകത്ത് നിന്ന് വരെയുള്ള എഴുതപ്പെട്ട മുഴുവൻ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും വായിച്ച ആളാണ് മാർക്സ്. എന്നിട്ടാണ് അനലൈസ് ചെയ്തത്. ഈ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ പറയുന്നതൊന്നും തന്നെ അധ്വാനിക്കുന്നവർക്കുള്ളതല്ല. ഇത് ചൂഷകന്മാർക്കുള്ള, രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ഫ്യൂഡലിസ്റ്റുകൾക്കും മുതലാളിമാർക്കും ഭൂഷകർക്കുമുള്ളതാണ്. അതിനെ മാറ്റിമറിക്കാൻ തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിലുള്ള, കൃഷിക്കാരുടെ നേതൃത്വത്തിലുള്ള പുതിയ സാമൂഹ്യ വ്യവസ്ഥയെ പറ്റി പറയുന്നത് ഇതെല്ലാം പഠിച്ചിട്ടാണ്. പഠിക്കാത്തവനൊന്നും ചെയ്യാനൊക്കില്ല. പഠിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരുടെ സമൂഹത്തിന് ഒരു മാറ്റം വരുത്താനൊക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ പഠിച്ചു പോയതൊരു കുറ്റമായിട്ട് ഇപ്പോൾ കുറച്ച് മാധ്യമക്കാർ പറഞ്ഞാൽ ഞാൻ ചെയ്യാനാ? അല്ല, എൻ്റെ വിമർശനം വളരെ സിമ്പിളാണ്. പാർട്ടിയെ പറ്റി പറഞ്ഞ ശരിയായ കാര്യങ്ങൾ പാർട്ടിക്ക് എതിരാണെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പറയാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. വേറെ വിമർശനമൊന്നും ഞാൻ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അവസാനം നമ്മൾ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ജി സുധാകരനെ ഒരു രാഷ്ട്രീയക്കാരനപ്പുറത്ത് ഒരു കവി എന്ന നിലയിൽ നമുക്കറിയാം. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അങ്ങയുടെ ചില കവിത, സത്യം പറഞ്ഞാൽ ഒരു കവിത എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ലാദൻ ബിൻ ലാദൻ എന്ന് പറഞ്ഞ ഒരു കവിത എഴുതി. ആ ആശയത്തിൽ അന്ന് എഴുതിയ ആ കവിതയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? ഏത് കാലത്ത് ഉറച്ചു നിൽക്കും? എന്തുകൊണ്ടല്ല? ലാദൻ ഒരു രക്തസാക്ഷിയാണോ? ബിൻ ലാദൻ ഒരു രക്തസാക്ഷിയാണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കവിതയിൽ വായിച്ചു നോക്കിയോ? ആ കവിതയുടെ വായിച്ചിട്ടില്ല. എന്നെ ഇപ്പം അതിലൂടെ അങ്ങ് എന്താണ് പറയുന്നത്? നേരത്തെ പറഞ്ഞാണ് കൊണ്ടുവന്നേനെ. അല്ലാതെ രക്തസാക്ഷിയാണെന്ന് ഇവിടെ പറഞ്ഞു. ലാദനെ ഗ്ലോറിഫൈ ചെയ്തു ലാദനെ ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് ആ കവിത? എന്തുകൊണ്ടാണ് ലാദനെ ഇവിടെ ഗ്ലോറിഫൈ ചെയ്തെന്ന് പറയാം. എന്തുകൊണ്ടാണ് ആ കവിത എഴുതിയത്? അത് വായിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാ ഗ്ലോറിഫൈ ചെയ്തെന്ന് പറയാം. അത് പറഞ്ഞാൽ ഞാൻ പറയാം. ലാദനെ എനിക്ക് വായിച്ചിട്ട് തോന്നിയത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ബിൻ ലാദൻ എന്ന് പറയുന്നാൽ ഒരു ഏറ്റവും വലിയ ഭീകരതയുടെ ആൾരൂപം. എല്ലാവരും അങ്ങനെ മനസ്സിലാക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്ന ഒരാളെ കുറിച്ച് ഒരു കവിത എഴുതി വരുമ്പോൾ അതിനെ അയാളെ ഒന്നുകൂടെ ഞാൻ ചോദിച്ചത്, അതിനകത്ത് ഏതെങ്കിലും ഒരു വരിയോ രണ്ട് വാക്കോ ഉദ്ധരിച്ച് അയാളെ ഗ്ലോറിഫൈ ചെയ്ത് തെളിയിക്കാമോ എന്ന് ഞാൻ വീണ്ടും ചോദിക്കുന്നു. ഇത് അങ്ങ് കവിത എഴുതിയ കാലം ഓർമ്മയില്ല. അല്ല, അതിപ്പോ ഓർമ്മയില്ല. പോട്ടെ. അല്ല അല്ലേ,
ഞാനതിൽ പറഞ്ഞിരിക്കുന്നത് ലോകത്തെ നശിപ്പിക്കുന്ന എല്ലാവരെയും പോലെയാണ് ലാദൻ നിങ്ങളും. അതാണ് എൻ്റെ മെസ്സേജ്. എൻ്റെ മെസ്സേജ് അതാണ്. പക്ഷെ അങ്ങനെയല്ല പൊതുവിൽ ധരിക്കപ്പെട്ടത്. അല്ലല്ല, പൊതുവിൽ ധരിക്കപ്പെട്ടത് ഈ മാധ്യമങ്ങൾ വായിച്ചു നോക്കിയിരിക്കണേ. വായിച്ചു നോക്കുന്ന കവിത അച്ചടിച്ചിറക്കിയിരിക്കുന്നത് പുസ്തകമല്ലേ, NBS പ്രസിദ്ധീകരിച്ചിരിക്കുകയല്ലേ. ലാദൻ ബിൻ ലാദൻ എന്ന് പറഞ്ഞാൽ അയാളൊരു ട്രാജഡിയാണെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അയാൾ പള്ളിക്കൂടങ്ങൾ തീവെച്ചു, പള്ളികൾ തീവെച്ചു. എൻ്റെ കവിതയാണ്. പള്ളിക്കൂടങ്ങൾ തീവെച്ചു, പള്ളികൾ തീവെച്ചു. പള്ളിയൊക്കെ മുസ്ലിം പള്ളിയല്ലേ, തീവച്ചില്ലേ? മുസ്ലിം ഭീകരന്മാർ തന്നെ മുസ്ലിം പള്ളി കാശ്മീരിൽ തീവച്ചില്ലേ? ഇതൊക്കെ പഠിച്ചിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് ലാദൻ അനുകൂലമായ ഒരു വരിയില്ലെന്ന് മാത്രമല്ല, ലാദന്റെ ഈ രാഷ്ട്രീയം കൊണ്ട് ആ കമ്മ്യൂണിറ്റി രക്ഷപ്പെടുത്തണം. മുസ്ലിം തീവ്രവാദത്തിനെതിരായിട്ടുള്ള കവിതയാണ്. പക്ഷെ ഇവിടുത്തെ മാധ്യമക്കാർക്ക് മനസ്സിലായില്ല. കാരണം ലാദൻ കേട്ടാലുടനെ ലാദൻ. പക്ഷെ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ, അതിനോട് അങ്ങേപോലെ ഈ കവിത എഴുതി പ്രതിഷേധിച്ച പോലെ അതിശക്തമായ ഒരു നിലപാട് ഇപ്പോൾ കേരളത്തിലെ പാർട്ടിക്കുണ്ടോ? കേരളത്തിലെ പാർട്ടിക്ക് എല്ലാ തീവ്രവാദത്തിനും എതിരാണ് പാർട്ടി. ന്യൂനപക്ഷ തീവ്രവാദത്തിനും ഭൂരിപക്ഷ തീവ്രവാദത്തിനും എതിരാണ്. എന്നും അങ്ങനെയാണ് പാർട്ടിയുടെ പരിപാടി. അതാണ്. പക്ഷെ പൊതുവിൽ അങ്ങനെയല്ല. ഈ ന്യൂനപക്ഷ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊരു അത് ഒരു പ്രചരണം. അത് ഞാൻ പറഞ്ഞ പ്രചരണം മാത്രമാണോ? പ്രചരണം മാത്രമല്ല, ഉദാഹരണം പറ. അല്ല, ന്യൂനപക്ഷ പ്രീണനം ഇല്ല. ഇങ്ങനെ പറയാം. കണ്ണൂർ, കാസർഗോഡ് ഒരു മുസ്ലിം പള്ളി, അവരുടെ പക്കൽ ഒരേക്കർ സ്ഥലമുണ്ട്. ആ ഒരേക്കർ സ്ഥലത്തിന് ഫെയർ വാല്യൂ ആയിട്ട് തീരുമാനിച്ചത് 52 ലക്ഷം രൂപയാണ്. സർക്കാരിന്റെ തന്നെ ഗൈഡ് ലൈൻസിനെ 2022 ഉണ്ടാക്കിയ ഗൈഡ് ലൈൻസ് മാറ്റി വെച്ചിട്ട് 52,60,000 രൂപയ്ക്ക് പകരം 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. മുസ്ലിം പള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. മിനിഞ്ഞാന്നാണ്. ശരി, ഇതാണ് മുസ്ലിം പ്രീണനം അല്ലേ? ഇതാണ് മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞാൽ അവർ ഭൂമി കൊടുക്കുന്നതാണ് ഒരു പള്ളിക്ക്. ഭൂമി എന്റെയും ഈ ഇരിക്കുന്ന എല്ലാവരുടെയും കൂടെ ഭൂമിയല്ലേ സഖാവേ? നിങ്ങൾക്ക് പൊതുഭൂമി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ അല്പം മുസ്ലിം വിരോധം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കില്ല. അല്ലല്ല, ഇത് വസ്തുതയല്ലേ? പൊതുഭൂമി നമ്മൾ കൊടുക്കാറുണ്ട്. അമ്പലങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. കൊടുത്തോളൂ. ഈ സർക്കാർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന 3 മാസങ്ങൾ ഫെയർ വാല്യൂ, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളതാണെങ്കിൽ ഫെയർ വാല്യൂ വാങ്ങണം. താങ്കൾ പറഞ്ഞ മിസ്റ്റർ സുനിൽ അങ്ങ് അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. അങ്ങനെ എല്ലാവർക്കും അറിയാം. ഇത് എന്നെ ശ്രദ്ധയൊന്നും എല്ലാ പത്രവാർത്തകളൊന്നും ഞാൻ കണ്ടില്ല. നിങ്ങൾ പറഞ്ഞത് സത്യമായിരിക്കും. ഇതൊന്നും വലിയ കാര്യമല്ല. എത്രയോ റിലീജിയസ് ഡിനോമിനേഷൻ കൊടുത്തോട്ടെ. സർക്കാർ തന്നെ നിശ്ചയിച്ച മാനദണ്ഡ പ്രകാരമുള്ള അതാ വില കുറച്ച് കൊടുത്തെന്ന് പറയുന്നത്. 52 ലക്ഷം രൂപ ഫെയർ വാല്യൂ വാങ്ങണം. അത് പറഞ്ഞാലും വില കൊടുത്ത് 5 ലക്ഷത്തിന് കൊടുത്ത് താങ്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ? 5 ലക്ഷം രൂപ വാങ്ങും. അങ്ങനെ പല റിലീജിയസ് ഡിനോമിനേഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇത് റീസെന്റ് ഈ കേസിൽ മാത്രമാണ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഞാൻ ചോദിച്ചോട്ടെ, മാറിവേഴ്സ് കോളേജിന്റെ സ്ഥലം അവിടെയാണ്. അത് 2022 ഗൈഡ് ലൈൻ. 2022 മാറിവേഴ്സ് കോളേജിലെ ഏക്കർ കണക്കിന് സ്ഥലം അവരുടെയാണ്. കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവര് വില കൊടുത്ത് വാങ്ങിച്ചാണോ എന്ന് ചോദിച്ചാൽ അല്ല, അന്ന് പതിച്ചു കൊടുത്താണ്. ഇതല്ല, ഇവിടെ സെന്റ് ആൽബർട്ട്സ് കോളേജിന്റെ സ്ഥലമൊക്കെ അവരുടെ സ്വന്തമായ പ്രീണനമല്ലേ? അതൊക്കെ പ്രീണനമല്ല, അന്ന് വിദ്യാഭ്യാസമില്ലേ രാജ്യത്ത്. കോളേജ് എഡ്യൂക്കേഷന് വേണ്ടി ഗവൺമെന്റ് കൊടുക്കണം. ഒരു മുസ്ലിം പള്ളിക്ക് കൊടുക്കുന്നത് പ്രീണനമല്ലേ? അല്ല, മുസ്ലിം പള്ളിക്ക് സർക്കാർ നിശ്ചയിച്ച തുകയുടെ 10% മാത്രം വില കുറച്ച് കൊടുത്തിട്ടുണ്ട്. അത് പ്രീണനമല്ല, അത് റിലീജിയസ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പ്രീണനമാണെന്ന് ഇവിടെ അങ്ങേക്ക് പറയാം, ഞാൻ എതിർക്കുന്നില്ല. ഏതായാലും നമ്മുടെ സമയം കഴിയാറാവുന്നു. ജി സുധാകരൻ സഖാവ് നമ്മളോടൊപ്പം 3/4 മണിക്കൂറോളം നമ്മളോട് സംസാരിക്കാൻ എത്തി. ഏതായാലും നമ്മൾ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് അദ്ദേഹമായിട്ട് നമ്മുടെ പുസ്തകോത്സവത്തിൻ്റെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പേഴ്സണലി ഒരു കാര്യം പറഞ്ഞു. എനിക്ക് അദ്ദേഹമായിട്ട് അടുപ്പത്തിൻ്റെ കാര്യം പറഞ്ഞു. അന്ന് കുട്ടനാട്ടിലെ പാർട്ടിയുടെ ചുമതലയുണ്ടായിരുന്നില്ല. അന്ന് അനുഭവിച്ച ത്യാഗങ്ങൾ അത് ഒരുപക്ഷെ അദ്ദേഹം തന്നെ ഒന്ന് പറയുന്നത് ഒരു കേരളമായിട്ടാണ്. കുട്ടനാട് കേരളത്തിലെ കൃഷിക്കാരൻ്റെ അല്ലെങ്കിൽ ഈ വിപ്ലവത്തിന് വേണ്ടി പൊരുതിയ ആളുകളുടെ ഏറ്റവും കരുത്തുള്ള ഒരു ഭൂമി. അവിടെ പാർട്ടി കെട്ടിപ്പിടിക്കാൻ വേണ്ടി സഖാവ് ജി സുധാകരൻ എടുത്ത ഒരു വലിയ പോരാട്ടം. ആ പോരാട്ടം അദ്ദേഹം എന്നോട് പറഞ്ഞു. ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഇന്നത്തെ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അത് 80-84 കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ പന്തളം NS കോളേജിൽ നിന്ന് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് വെസ്റ്റേൺ കോളേജിൽ പോയി പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുത്ത് ലിറ്ററേച്ചറിൽ
അത് കഴിഞ്ഞ് ഗവൺമെൻറ് ലോ കോളേജ് മെറിറ്റ് അഡ്മിഷൻ കിട്ടി, ലോയൊക്കെ എടുത്ത് SFIയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് സെക്രട്ടറി അതെല്ലാം കഴിഞ്ഞ് ഞാൻ പാർട്ടി പ്രവർത്തനത്തിന് തന്നെ VS ആലപ്പുഴയ്ക്ക് അയച്ചു. അപ്പോൾ 80 VS ആലപ്പുഴ വന്നിട്ട് കുട്ടനാട്ട് താലൂക്ക് സെക്രട്ടറി ആവും. അത് കുട്ടനാട്ട് നല്ല യാത്രാ സൗകര്യമാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് മുഴുവൻ പാലമല്ലേ, 1000 കോടി രൂപ കൊടുത്ത് ആ റോഡ് വീണ്ടും നിർമ്മിച്ചുകൊണ്ടിരിക്കുക. പുതിയ പാലങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. എല്ലാ സൗകര്യമായിരുന്നു. അന്നങ്ങനെയൊന്നുമില്ല, ഓരോ കടത്തും കിടക്കണം, പഴയ വള്ളങ്ങൾ കയറണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ പാടശേഖരം കൂടി നടക്കണം. ആ കാലത്താണ് പോയത്. പാർട്ടി ഓഫീസ് പോലും ഇല്ല, അതൊക്കെ പണി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് AT സോമനാഥൻ താങ്കളുടെ ബന്ധുവല്ല, ബന്ധുവാണ്, മരിച്ചുപോയി. അയാൾ നല്ലൊരു കോമ്രേഡായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഞങ്ങളുടെ താലൂക്കിലെ പാർട്ടിയുടെ സമ്മേളനം കഴിഞ്ഞ ദിവസം രാത്രി, ആ ദിവസം രാത്രി സമ്മേളനം കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ക്ഷീണം കൊണ്ട് ഞാൻ ആലപ്പുഴയ്ക്ക് പോകും. ആലപ്പുഴ വന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ താമസിച്ചു. അന്ന് രാത്രി ഒരു 12:30 മണിയായപ്പോൾ ഈ RSSൻ്റെ ഒരു ആളുകൾ പന്തവും കൊളുത്തി ഒരു ഓം കാണി ഭദ്രകാളി എന്നൊക്കെ വിളിച്ച് ആ പാർട്ടി ഓഫീസ് തീ വെച്ചത്. അതിനൊരു ബോട്ടുണ്ട്, കുട്ടനാട് ബോട്ട് വേണം, നല്ലൊരു ബോട്ടായിരുന്നു. അത് ആ കടത്തി കിടക്കാൻ അവിടെ കുറച്ച് മങ്ങമ്പാറ അത് കത്തിക്കണം. എന്നിട്ട് ഈ ബോട്ട് ഓടിക്കുന്ന ഒരു തങ്കപ്പനുണ്ടായിരുന്നു, MD തങ്കപ്പൻ, പട്ടികജാതിക്കാരനാണ്. അത് പാർട്ടി ഓഫീസിന് നേരെ ഓപ്പോസിറ്റിൽ IS റോഡിലൊരു കൂര വെച്ച് കഴിയുക. അവിടെ ചെന്ന് അയാളുടെ തല അറുത്തെടുത്ത് അത് പൊക്കിപ്പിടിച്ച് ഇതേ മുദ്രാവാക്യം വിളിച്ച് മങ്ങമ്മ പാലത്തിൽ കൊണ്ടുവച്ചു. അടുത്തത് രാവിലെ ആൾ കാണുന്നത് ഈ കബന്ധം നമ്മൾ പറയത്തില്ലേ, കബന്ധത്തിൻ്റെ തല. ഇവിടെ EMS എല്ലാവരും വന്നാൽ എല്ലാവരും വന്ന് പ്രശ്നമായി. അവിടെ 147 പിന്നെ പാർട്ടി ഓഫീസ് പ്രവർത്തിച്ചുകൂടാ, കയറാൻ പാടില്ല. അന്ന് സോമനാഥൻ്റെ വീട്ടിലാണ്. അവിടെ തിണ്ടക്കായിരുന്നു പാർട്ടി ഓഫീസ് ആറുമാസം. ഞാൻ പറഞ്ഞു സുധാകരനെ, നമ്മൾ ഇന്ന് കാണുന്ന സുധാകരന് കുട്ടനാട്ടിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം, വിദ്യാർത്ഥി സംഘടനയായിരിക്കുന്ന കാലത്ത്, സംഘടനാ പ്രവർത്തകനായിരിക്കുന്ന കാലത്ത് തുടങ്ങിയ ഒരു അനുഭവമാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അവിടെ തുടങ്ങിയതാണ് സുധാകരൻ. ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ മുന്നിൽ GS ഇരിക്കുമ്പോൾ, അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്ക്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹത്തിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറയുന്ന ആളുകൾ വല്ലാതെ വേറെ എന്തിനോ വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകളാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ വേദിയിൽ നിന്ന് മടങ്ങുന്നത്. എറണാകുളം അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ വേദിയിലെത്തിയ ബഹുമാന്യനായ സുധാകരന് പുസ്തകോത്സവ വേദിയുടെ പേരിലും ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പേരിലും നന്ദി.